ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചിക്കൻ 65-ൻ്റെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. നല്ല അടിപൊളി മസാലയിൽ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ പൊരിച്ചെടുക്കുക എന്നാണ് ഇന്ന് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 700 ഗ്രാമിനടുത്ത് ചിക്കൻ പീസസ് നല്ല കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം വാർത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 10ഓളം വെള്ളുള്ളി കട്ട് ചെയ്തതും, 1 സ്പൂൺ ഇഞ്ചി ചതച്ചതും, ഒരു 4 പച്ചമുളക് 2ആയി കീറിയതും, ഒരു 5 വറ്റൽ മുളക് കൂടി അതിൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിൽ വലിയ ജീരകം, പിന്നെ ഒരു കല്ലുപ്പ് കുറച്ചിട്ട് നമ്മളൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. കല്ലുപ്പിട്ട് തന്നെ നമുക്കൊന്ന് തരിതരിപ്പായിട്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതേ ഒരു സ്റ്റൈലിൽ നമുക്ക് അരച്ചെടുക്കാം. ഇനി അതിലേക്ക് മസാല കൂട്ടാൻ ഒരു ബൗൾ എടുത്ത് വെക്കുക. അതിലേക്ക് 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി. നമ്മളിപ്പോൾ ഇവിടെ മുളക് പൊടി കുറച്ച് മതി, നേരത്തെ വറ്റൽ മുളകും പച്ചമുളകും ചേർത്തുകൊണ്ടാണ്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂൺ മീറ്റ് മസാലയാണ്, പിന്നെ ഒരു 1/2 സ്പൂൺ അളവിൽ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കല്ലുപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.5 സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു മുറി ചെറുനാരങ്ങയുടെ നീര്, ഇത് നിർബന്ധമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നതിന് ശേഷം നേരത്തെ ആ തരിതരിപ്പായി അരച്ച് വെച്ച ആ മസാലയും കൂടി ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. ആ മിക്സിയുടെ ജാറ് കഴിയുക ഒരു 2 സ്പൂൺ വെള്ളം മാത്രം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടുള്ള പരുവത്തിൽ മസാല കിട്ടും. ഇതേ അയവിൽ തന്നെയായിരിക്കണം നമ്മൾക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ചിക്കൻ പൊരിക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ മസാലയുടെ മണം നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇനി അതിലേക്ക് ആ ചിക്കൻ പീസസൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അതൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ആ മസാലകൾ അതിലേക്ക് ചേർന്ന് പിടിക്കട്ടെ. അപ്പോൾ നമ്മൾ ആ മസാലകൾ തരിതരിപ്പായി തന്നെ അത് അരച്ചെടുക്കുക. ഇതുപോലെ നല്ലതുപോലെ അത് കുഴച്ച് ഇത് എടുത്തിട്ടുണ്ട്. ഇനി അത് 1 മണിക്കൂറോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴാണ് ആ മസാലകൾ ശരിക്കും അതിൽ ചേർന്ന് പിടിക്കുകയുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞു. ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് ഈ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ചൂടിൽ തന്നെ നമ്മളത് ഇട്ട് കൊടുക്കണം. ചൂടൊട്ടും കുറയാൻ പാടില്ല. ഇതുപോലെ വേറെ ഓരോരോ പീസായി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം വേണമെങ്കിൽ നമ്മൾ ഫ്ലെയിം കൂട്ടി കൊടുക്കണം. കാരണം ചിക്കൻ ഇട്ടാൽ ഒന്ന് ചൂടാറും. എന്നിട്ട് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അടിഭാഗം ഒന്ന് മൊരിയുന്നവരെ കാത്തിരിക്കുക. എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തീരെ നമുക്ക് ആ മസാലയൊന്നും ഇളകി പോകാതെ നമ്മൾക്ക് കിട്ടിക്കോളും. ഇപ്പോൾ കണ്ടില്ലേ, ആ തരിതരിപ്പായ മസാലയൊക്കെ ആ പീസിൽ ചേർന്നതാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ മസാലയെല്ലാം കിട്ടി നന്നായിട്ട് ഇത് അവിടെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കോരി മാറ്റാം. അപ്പോൾ അടിപൊളി ചിക്കൻ 65 ആയിട്ടുണ്ട്. അതിനെ എന്ത് വേണമെങ്കിലും വിളിക്കാം. ചിക്കൻ പൊരിച്ചതെന്നോ 65 എന്നൊക്കെ നമുക്ക് അതിനെ വിളിക്കാം. രണ്ടാമതും നമ്മൾക്ക് അതിനെ അതുപോലെ തന്നെ പൊരിച്ചെടുക്കുക. അപ്പോൾ അത് കുട്ടികൾക്ക് മുതിർന്നവർക്കെല്ലാം നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ വറുത്ത് തന്നെയാവും. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും. അപ്പോൾ രണ്ടാമത്തും നമ്മൾ അതുപോലെ തന്നെ ഇതാ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊന്ന് ഇതാ പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ടില്ലേ. ഇനി ബാക്കി കൂടി നമ്മൾക്ക് അതുപോലെ തന്നെ പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ ചിക്കൻ പൊരിക്കാത്തവർ എന്തായാലും ഇതേ മസാലക്കൂട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ മേലെ ഒരു ഭംഗിക്കായിട്ട് കുറച്ച് കറിവേപ്പിലയും മുളകും കൂടി ഇതാ ഞാൻ വറുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇതാ ഞാനത് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.